എൻ്റെ മക്കളെ, എല്ലാവർക്കും വേളം ആശംസകൾ ഒത്തിരി സ്നേഹത്തോടുകൂടി മേലിനിൽ നേരുകയാണ്. മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന മഹാജീവിതത്തെ നമ്മുടെ പ്രിയപ്പെട്ട അമ്പ്രാന പിതാവിൻ്റെ ക്രാന്ത ദർശനത്തിൽ ധ്യാനത്തിൽ ഉരുത്തിരിഞ്ഞ് തീർത്ഥാടന വർഷമാണ് ഈ വർഷം. മൂന്നാം തീർത്ഥാടനമായ ശ്രീപാതയിൽ ഒരു പ്രത്യേകമായി തോമാപുരം, ചെറുപുഴ, മേരിയുടെ പുറമെ നയിക്കുന്നു. അതിലൂടെ മുഴുവനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സ്തോത്രായ സുവിശേഷം 20-ാമധ്യായം 17 മുതൽ പറയുന്നു, യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറുസലേമിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അവളെ ചെയ്തു, ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമനന്മാർക്കും ഏൽപ്പിച്ചു കൊടുക്കും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉത്ഥാനം ചെയ്യും. ഈ പരമ സത്യമായ ധ്യാനത്തെ കർത്താവിനെ കുറിച്ചതിനാൽ ധ്യാനപൂർവ്വം നടക്കുവാൻ ക്ഷണിക്കുന്നതോടൊപ്പം ഈ കുരിശിൻ്റെ വഴിയാണ് നമ്മുടെ ജീവിത വഴി എന്ന് തിരിച്ചറിഞ്ഞവരാണ് സുറിയാനി മക്കളായ തോമ മക്കളായ നമുക്ക് ഒന്നിച്ചുകൂടാം. ചെറുപുഴ ഫൊറോന പള്ളിയിൽ പിതാവിൻ്റെ സന്ദേശവും ശ്രേയ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. അങ്ങനെ പൂർണ്ണ ദണ്ഡങ്ങൾ പ്രാപിക്കാനോ അവസരമില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കുന്നു കുരിശിൻ്റെ ജീവിതഗന്ധിയായ ഈ കുരിശിൻ്റെ വഴി പ്രാർത്ഥനപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഞങ്ങൾ പ്രത്യേകിച്ചു തോമാപുരം, ചെറുപുഴ, നേരിയ പ്രണയം എല്ലാവരും വിശ്വാസ കൂട്ടായ്മയും സ്വാഗതം ചെയ്യും. നമുക്ക് കുരിശെടുക്കാം. കുരിശിൻ്റെ വഴിയിലായി ഉത്ഥാനത്തിൻ്റെ ധ്യാനം നമുക്ക് പങ്കുവെക്കാം. മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കാം. ജനിക്കാം. കുരിശ് വിജയിക്കട്ടെ. കുരിശ് പുറത്തുപെടട്ടെ. എല്ലാവർക്കും കർത്താവ് കുരിശിൻ്റെ ആശീർവാദം പ്രാർത്ഥനയും സ്നേഹവും. ആമേൻ.